എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് അവിൽ കേസരി തയ്യാറാക്കാം. സാധാരണ റവയിലാണ് കേസരി തയ്യാറാക്കാറുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സ്വാദിൽ അവിൽ കേസരി 5 മിനിറ്റ് കൊണ്ട് ആർക്കും തയ്യാറാക്കാം. നൈസ് അവിലോ മട്ടവിലോ ഇതിന് ഉപയോഗിക്കാം. ആദ്യം അവിൽ വറുക്കുന്നതിനായി ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ 1 കപ്പ് അവിലിട്ട് കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വറുക്കുക. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായി വറുത്തെടുക്കാൻ കഴിയും. ഇനി അവിൽ ഒന്ന് തണുത്താൽ മിക്സി ജാറിലിട്ട് പൊടിക്കുക. റവ പോലെ പൊടിച്ചാൽ മതി. നൈസായി പൊടിക്കണമെന്നില്ല. ലേശം തരിയോടുകൂടി പൊടിച്ചെടുക്കുക. ഇനി അവിൽ പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് 2 സ്പൂൺ അണ്ടിപ്പരിപ്പിട്ട് സിമ്മിൽ വറുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറി മൂത്ത് വരുമ്പോൾ 2 സ്പൂൺ ഉണക്കമുന്തിരിങ്ങയിട്ട് വറുക്കുക. മുന്തിരിങ്ങ വീർത്ത് കുമിളിച്ച് വരുമ്പോൾ കോരി മാറ്റാം. ഇനി അതേ പാനിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ പൊടിച്ച അവിലിട്ട് കട്ടകെട്ടാതെ യോജിപ്പിക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം അവിൽ പൊടി ചേർത്ത് കൊടുക്കുവാൻ. ഇനി കളറിന് കേസരി കളറിൻ്റെ ലിക്വിഡ് കുറച്ച് തുള്ളികൾ ചേർക്കുക. കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഓപ്ഷനിലാണ്. കളർ പൗഡർ രൂപത്തിലും കിട്ടും. അവിൽ വെന്ത് ഒന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുക. 1 കപ്പ് അവിലിന് 1 കപ്പ് പഞ്ചസാരയും 2.5 കപ്പ് വെള്ളവുമാണ് കണക്ക്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കേസരി ഒന്ന് ലിക്വിഡായി മാറും. ഇടയ്ക്കിടെ 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. 3-4 സ്പൂൺ നെയ്യ് ഘട്ടം ഘട്ടമായി ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്കിഷ്ടമുള്ള അളവിൽ ചേർക്കാം. 1 സ്പൂൺ നെയ്യിലും ഇതുണ്ടാക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. പഞ്ചസാര അവിലിൽ ലയിച്ച് കുറുകി വരും. ഈ സ്റ്റേജിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് ഏലക്കപ്പൊടിക്ക് വെള്ള നിറം വന്നത്. ഏലക്ക എളുപ്പത്തിൽ നന്നായി പൊടിഞ്ഞു കിട്ടാനാണ് പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത്. 10 ഏലക്ക 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച് സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. കേസരി പാനിൽ നിന്നും വിട്ടുവരുന്ന സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേസരി തണുക്കുമ്പോൾ കുറച്ച് കട്ടിയാവും. അത് കണക്കാക്കി വേണം വാങ്ങുവാൻ. വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി അവിൽ കേസരി നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുമല്ലോ. 5 മിനിറ്റ് കൊണ്ട് ഈ അവിൽ കേസരി ഈസിയായി ആർക്കും തയ്യാറാക്കാം. ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.